പാട്ടാണോ അഭിനയമാണോ അഭിനയമാണോ സുഖം? രണ്ടിലും അതിൻ്റെതായ നിൽക്കരുത്, ഒന്നിലും. ரவுடித்தனம் இருக்கிற இடத்துல தானே போலீஸ்க்கு வேலை. அடி இல்ல, வெடி மாத்திரம். കുഴപ്പമൊന്നും വരരുത്. കോമഡി ഷോ ആയതുകൊണ്ട് എന്തും ചെയ്യാം. പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ? ഹായ്, നമസ്കാരം. അതിരറ്റ ദൈവസ്നേഹത്താൽ ദൈവത്തിന് വേണ്ടി സ്വന്തം മകനെ ബലി കൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ ഉണർത്തുന്ന ബലിപ്പെരുന്നാൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെയും കോമഡി സൂപ്പർ നൈറ്റിന്റെയും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. Luna's Comedy Super Night powered by Gopu Nandilat G-Mart, co-presented by Kairali TMT Steel Bars. ഇന്നത്തെ ഈ ബക്രീദ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ബക്രീദിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ആർഭാടങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ബക്രീദിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റ് ആരാണെന്നറിയോ? ആരായിരിക്കും? ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ആരാണെന്ന് പറയാല്ലേ? പറഞ്ഞോളൂ. യെസ്, നമ്മുടെയൊക്കെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടന്റെ മകൻ, അതിലേറെ മലയാളികളുടെ പ്രിയപ്പെട്ട യുവ ഗായകൻ, അതിനുമപ്പുറം ധനുഷ് നായകനായ മാരി എന്ന ചിത്രത്തിൽ ധനുഷിനൊപ്പം ശക്തമായ ഒരു വേഷം അവതരിപ്പിച്ച് പ്രേക്ഷക ലക്ഷങ്ങളുടെ കയ്യടി വാങ്ങിയ നമ്മുടെ എല്ലാം പ്രിയ സുഹൃത്ത് യുവ ഗായകൻ വിജയ് യേശുദാസ്. சாருக்கு இங்க என்ன வேலை? ரவுடித்தனம் இருக்கிற இடத்துல தானே போலீஸ்க்கு வேலை. ഒരുപാട് സന്തോഷമുണ്ട് വിജയ് നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ വന്നതിൽ. വളരെ സന്തോഷമുണ്ട്. കുറേ നാളായിട്ട് എന്താണ് നമ്മൾ പബ്ലിക് സ്റ്റേജസിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ടി വിയിൽ ഇങ്ങനെ ആദ്യമായിട്ട്, അതും സുരാജേട്ടൻ്റെ ഈ ഷോയിൽ ആദ്യമായിട്ട് വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മുടെ ശരിക്കും ചെറിയ പെരുന്നാൾ നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇവിടെ പിന്നെ പൂവും മാതും ഇതെല്ലാം വെച്ചിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില്. ഇപ്പോ പിന്നെ വലിയ പെരുന്നാളാണ് ഇത്, നമ്മൾ വലുതായിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. അത് വിജയ് വന്നതോടുകൂടി വലുതായി, ആഘോഷങ്ങൾ വലുതായിരിക്കും. അപ്പൊ എന്തായാലും ഒരു ബക്രീദ് ഗാനം തന്നെ ആദ്യം ആയിക്കോട്ടെ. അപ്പ പാടിയ ഒരു നല്ലൊരു പാട്ട്. അപ്പൊ തന്നെയാണ് മ്യൂസിക് ചെയ്തത്. അതെ, സഞ്ചാരി എന്ന് പറഞ്ഞ ഉമ്മർക. അതെ, യെസ്. അപ്പൊ ആ ഗാനം തന്നെ നമുക്ക് ആദ്യമായിട്ട്
റസൂലേ 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 നിൻ കനിവാലേ റസൂലേ 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 നിൻ വരവാലേ റസൂലേ റസൂലേ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ 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 നിൻ കനിവാലേ റസൂലേ റസൂലേ മുഹമ്മദ് മുസ്തഫ താഹ മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നിൻ കണ്ണിൽ ചരാചര രക്ഷകൻ ഒരേ ഒരു മഹാൻ മാത്രം പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ 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 നിൻ കനിവാലേ റസൂലേ 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 നിൻ വരവാലേ റസൂലേ റസൂലേ. ശരിക്കും വിജയ് തുടക്കമൊക്കെ വിജയുടെ പിന്നെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ദാസേട്ടനെ ശരിക്കും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം പാടുന്ന എല്ലാ പാട്ടുകളും കറക്റ്റ് കണ്ണടച്ച് കേട്ടാൽ ദാസേട്ടനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇപ്പം വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ സിനിമാ താരങ്ങളെല്ലാം ഒട്ടുമിക്ക സിനിമാ താരങ്ങളും പാടിയിട്ടുണ്ട് അല്ലേ? പാട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണോ പാട്ടുകാരനായ വിജയ് രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടത്? അങ്ങനെയല്ല, അത് പ്രൂവ് ചെയ്യാനോ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് സിനിമ എന്ന് വെച്ചാൽ തന്നെ ഒരു പ്രാന്താണ്. നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ സ്ക്രീനിൽ എന്താണ്, ഞാൻ കൊച്ചിലെ തൊട്ട് ജഗദീഷ് സാറും ലാലേട്ടനും നമുക്ക് എല്ലാവരെയും കണ്ടു വളർന്നതാണ്. അപ്പം തമിഴായാലും ഹിന്ദി ആയാലും മലയാളം ആയാലും എനിക്ക് സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രാന്താണ്. അപ്പം സിനിമയുടെ ഏത് ആസ്പെക്റ്റ് എടുത്താലും, സംഗീതമായാലും പാടുന്നതായാലും ഈവൻ ആക്ടിങ്, ഫിലിം മേക്കിംഗ് എല്ലാം എനിക്ക് ഭയങ്കര പാഷനറ്റാണ് അതിനെപ്പറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ എനിക്ക് വന്നപ്പോഴത്തേക്കും, ഇതിനു മുമ്പ് മലയാളത്തിൽ അവൻ എന്ന് പറഞ്ഞ പടത്തിലും ബാലയുടെ കൂടെ ഒരു ചെറിയ റോൾ ചെയ്യാൻ പറ്റി. അത് ഇതുപോലെ ഒരു കംപ്ലീറ്റ് റോൾ അതായിരുന്നു. ഗസ്റ്റ് ഒരു സിംഗറിൻ്റെ വേഷം തന്നെയായിരുന്നു, ഒരു ഗസ്റ്റ് റോളായിട്ട്. പക്ഷേ ഇതാണ് ശരിക്കും ഒരു ഫുൾ റോളായിട്ട് എനിക്ക്, അതൊരു പോലീസ് ഓഫീസറിന്റെ റോളായിട്ട് എനിക്ക് തമിഴിലതും. മാരി എന്നാണ് ചിത്രത്തിന്റെ പേര്. ഞാൻ പടം കണ്ടു. അതായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കിടിലം വില്ലനെയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന മാരി എന്ന സിനിമയിൽ. അതും ധനുഷിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. വന്ന് ലാൻഡ് ചെയ്യുമ്പോ ഉണ്ടല്ലോ ഒന്നും നമുക്കറിയില്ല, പിന്നെ കൊണ്ടൊരു തിരിയേക്ക. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, പാട്ടുകാരൊക്കെ സാധാരണ ഈ അടിയെന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ മുങ്ങുന്ന പരിപാടിയാണ്. പക്ഷേ എന്ത് കിടിലമായിട്ട് വിജയ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന മാരിയില്. ഒറിജിനലായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ അടി നടത്തിയിട്ടുണ്ടോ? അടിയൊന്നുമില്ല, പക്ഷെ വാക്ക് തർക്കമൊക്കെ കുറെ റോഡിൽ പോകുമ്പോഴും പോലും എപ്പോഴും ഉള്ളതാണ്. അങ്ങനെ ഇപ്പോഴത്തെ ട്രാഫിക് പ്രശ്നം വെച്ചിട്ടാണോ റോഡിൽ? തീർച്ചയായിട്ടും. എന്താണ്, ഞാൻ ഈ രാത്രി 12 മണിക്ക് സിഗ്നൽ ഓൺ ആണെങ്കിലും പോലും നിർത്തുന്ന ഒരാളാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ നല്ല എനിക്ക് വണ്ടി ഭയങ്കര പ്രാന്താണ്. അപ്പം വണ്ടി ഓടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷൂട്ടിന് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ ചെന്നൈയിൽ നിന്ന് വണ്ടി ഓടിച്ചാണ് വന്നത് എൻ്റെ ഡ്രൈവറിനോട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റോഡിൽ ഞാൻ കുറെ കാര്യങ്ങൾ കാണാറുണ്ട്. റോഡ് നിയമം എല്ലാം കറക്റ്റ് പാലിച്ചിട്ടാണ് പാലിക്കാറുണ്ട്. ഓപ്പോസിറ്റ് അവര് തെറ്റ് കാണിക്കുമ്പോൾ ഷൗട്ട് ചെയ്യേണ്ട ഇടം വന്നിട്ട് അത്രേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ മമ്മൂട്ടി ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് നമുക്ക് പറയാം, ഇവനൊക്കെ എന്തിനാ വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങണം, വേറെ സ്ഥലത്തൂടെ എങ്ങനെ പോകൂടെ? വണ്ടി കൊണ്ട് റോഡിലൂടെ അല്ലാതെ പിന്നെ ഇങ്ങനെ ഓടിക്കും. അല്ല, അറിയാത്തവർക്ക് അതിന് യോഗ്യത ഇല്ലാന്നായിരിക്കും ഉദ്ദേശിച്ചത്. ശരിക്കും എന്ത് തോന്നുന്നു, പാട്ടാണോ അഭിനയമാണോ സുഖം? എനിക്ക് അങ്ങനെ
രണ്ടിലും അതിൻ്റെതായ നമ്മളൊക്കെ ജീവിച്ചു പിന്നെ നിങ്ങളുടെയൊക്കെ ഇത് ഏറ്റവും വലിയ തമാശ. ഇപ്പം മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലാലേട്ടനെ ഒരു അവാർഡ് ഫംഗ്ഷന്റെ ബാക്ക് സ്റ്റേജിൽ ജയം രവി ഇല്ല നമ്മുടെ തനിയൊരുവൻ, പുള്ളി ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. അപ്പൊ പുള്ളിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി, മച്ചാ എനിക്ക് ലാൽ സാറെ கொஞ்சம் മീറ്റ് பண்ணോ, ഞാൻ ഭയങ്കര ഫാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്ക് സ്റ്റേജിൽ കൊണ്ടുപോയി അപ്പോൾ പരിചയപ്പെടുത്തി. അപ്പോൾ ലാൽ സാറ് കാലിലൊക്കെ വീണ കെട്ടിപ്പിടിച്ച് ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പോഴത്തേക്കും ലാലേട്ടൻ തിരിച്ച് മോൻ്റെയും കുറേ ഫാൻസ് ഉണ്ട്, ഞാനും കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തിരിച്ച്. അപ്പോൾ പുള്ളി ഭയങ്കര ഇതായി. അപ്പോൾ ലാലേട്ടൻ എന്നിട്ട് എനിക്കിട്ടും ചെറുതായിട്ടൊന്ന് എന്താണ് വെച്ചു അവിടെ. രവീൻ്റെ അടുത്ത് പറയാം, ഇവരും നമ്മുടെ വയറ്റുപഴപ്പ് ഇതാക്കാൻ വേണ്ടി ആരില്ല. ഞാൻ ഒരു പടം ചെയ്ത് തന്നെ ലാലേട്ടൻ്റെ ഒക്കെ എന്താണ് ഞാൻ പറഞ്ഞ ലാലേട്ടൻ തന്നെ ഇത് പറയണം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്ന പടങ്ങൾ കാണാൻ പോകുന്നതന്നെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. സോ അതിന് ഒരിക്കലും നമ്മൾ ഒരു ഇതാവില്ല. എനിക്കിപ്പോഴും പിന്നെ വിജയുടെ പാട്ട് എനിക്ക് ഒരുപാട് പ്രാവശ്യം കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സോങ് ഉണ്ട്, മഴ കൊണ്ട് മാത്രം മുളയ്ക്കും. അതെ, നമ്മള് വിജയ് ഇവിടെ വന്ന സമയത്ത് തന്നെ സുരാജോട് പറഞ്ഞു നമുക്ക് ആ പാട്ട് പാടിപ്പിക്കണം എന്തായാലും. അതെല്ലാവർക്കും കേൾക്കാൻ താല്പര്യമല്ലേ? ഈ പാട്ട് പാടുന്നതിന് മുമ്പ് പക്ഷെ പ്രത്യേകിച്ച് ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കാനുണ്ട്. ഇതുപോലെ ഞാൻ മലയാളത്തിൽ കുറേ TV ഷോസിന് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും ഗംഭീരമായ ഒരു സെറ്റ് ഞാൻ മലയാളം ടെലിവിഷനിൽ കാണുന്നത്. സോ ഹാറ്റ്സ് ഓഫ് അതിൻ്റെ ആർട്ട് ഡിസൈനറും ഫുൾ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാവർക്കും. സോ നിങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഈ പാട്ട്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. I love you. ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗറിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് നേടിക്കൊടുത്തൊരു ഗാനം കൂടിയാണിത്. ഇതും ഗ്രാൻഡ് മാസ്റ്ററിലെ ദീപക് ദേവ് സംഗീത സംവിധാനത്തിൽ നിർവഹിച്ച ആ 2 സോങ്സ്. ഈ അവാർഡുകളൊക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ എത്രയോ തവണ കിട്ടിയിട്ടുള്ള അവാർഡുകൾ അത് റിസീവ് ചെയ്തിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഫീൽ എന്താണ്? അത് ഈ പറഞ്ഞ പോലെ എന്താണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അഭിനയവും രണ്ടും കൂടെയും ചെയ്യരുത് എന്താണ് എന്റെ വയറ്റിപ്പഴപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഈ ഒരു എന്താണ് ആദ്യത്തെ കേരള സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടുന്നത് തന്നെ 7 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് എന്റെ ആദ്യത്തെ അവാർഡ് തന്നെ കിട്ടുന്നത് എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡാണ്. കേരളത്തിൽ നിന്ന് ആദ്യത്തെ അവാർഡ് കിട്ടി. രണ്ടാമത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കിട്ടി, അല്ല 3 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കിട്ടി. രണ്ടാമത്തെ കിട്ടിയപ്പോഴും ഈ പറഞ്ഞ എന്റെ വീട്ടിൽ അവിടെ 27 എണ്ണം ഇരിപ്പുണ്ട് കേരള സ്റ്റേറ്റ് അവാർഡ്. അല്ല സോറി, അന്ന് രണ്ടാമത്തെ കിട്ടിയപ്പോ 26 എണ്ണമായിരുന്നു. ഇപ്പൊ ഈ വർഷം കൂടെ കഴിഞ്ഞപ്പോ 27 ആയി. ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് അടിച്ചോണ്ട് പോയി. ഇവർ പാടി ഹിറ്റാക്കിയ പാട്ടുകൾ നമ്മൾ അറിയാതെ മൂളിപ്പാട്ടും ഇല്ലെങ്കിൽ ഏത് ഫംഗ്ഷനായാലും ആ പാട്ട് പാടുമ്പോഴാണ് ഒരു ഗായകന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. എന്തായാലും അങ്ങനെ സന്തോഷിച്ച ഈ അടുത്ത കാലത്ത് നമ്മളെ വളരെയധികം കുഞ്ഞു കുട്ടിയത് മുതൽ മുതിർന്ന ആൾക്കാർ വരെ പാടി നടന്ന ഒരു സോങ് ഉണ്ട്. ഏതാണെന്നറിയോ? തുടക്കം മാംഗല്യം. അത് എന്തായാലും അപ്പൊ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. അങ്ങനെ വെറുതെ ഇരുന്നാ പോരാ കേട്ടോ. ബക്രീദ് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. കണ്ടാ തുടക്കം അത് പറഞ്ഞപ്പോ തന്നെ ഓരോരുത്തർ ഇവിടെ കൊച്ചു കുട്ടികളാണ്, നമുക്ക് ഡാൻസ് ചെയ്യാൻ ഉള്ള ആൾക്കാർ എല്ലാരും വരും.
പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തുനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തുനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തുനാനേന കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ കണ്ണാ നീ വേൽക്കൊള്ളല്ലേ നീയും ചൊല്ലും ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ ഹേ ഹേ വിനോദിന ഘടകം ഹേ ഹേ എരിപൊടിയംഗം കേട്ടോ ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോ ഇല്ലെന്നാരോ ചൊല്ലുന്നേ കണ്ണാ എൻ കണ്ണാ ഈ കള്ളത്താക്കോൽ തീർക്കും വെള്ളിപ്പക്ഷിക്കൊപ്പം നിൽക്കും വെള്ളിപ്പൊപ്പം ഞാനും മെരുക്കിയെ മെരുക്കിലാക്കി കൊതുമ്പൊതുക്കി കടുമ്പൊതുക്കി തടങ്ങളിൽ തളച്ചു കാണാൻ മനസ്സിലും ഒരു കൊതിയുണ്ടല്ലോ കുറുമ്പൊതുക്കി തടങ്ങളൊക്കി തനത്തനാന നിനക്കനും ഒരുക്കി നിൽക്കും ഒരു സ്വർഗം തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തുനാനേന പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തുനാനേന 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 വിജയ് മിക്ക പാട്ടുകാർക്കും സംഭവിക്കുന്നതാണ് ഒരുപക്ഷെ ലിറിക്സ് കാണാതെ അറിയില്ല എങ്കിൽ അവർ അഡ്ജസ്റ്റ് അങ്ങനെ ഇതിന്റെ അവസാനം കുറച്ച് കണ്ടുപിടിച്ചു എല്ലാ കയർക്കുള്ള ഈ അത് മിക്കവാറും സംഭവിക്കുന്നത് ഇപ്പൊ ഇതിപ്പോ ഒരു ഡ്യുവറ്റ് സോങ് ആണ്. ഞാനും സച്ചിൻ വാര്യരും ദിവ്യ കൂടെ പാടിയ പാട്ടാണ്. അപ്പം ഫീമെയിൽ ലിറിക്സ് മാത്രം ചില സമയത്ത് ചില സമയത്ത് അങ്ങനെ ഓർമ്മ വന്ന് പാടും മിക്കവാറും ഉള്ള വരികളൊക്കെ. പക്ഷെ ഇത് മിക്കവാറും എന്നാണ് മറന്നു പോകും. അപ്പൊ പാടുന്നതല്ലോ. പക്ഷെ എവിടെയെങ്കിലും വലിയ സ്റ്റേജിലൊക്കെ ഈ വരി തെറ്റിച്ച് പാടേണ്ടി വന്നിട്ടുണ്ടോ അറിയാതെ? ബഹ്റിനിലോ ദോഹയിലോ ഞാനും കാർത്തിക്കും ശ്വേതയൊക്കെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം അന്ന് ഉയിരിനുയിരേ ഉയിരിനുയിരേ ഈ പാട്ട് ഭയങ്കര എല്ലാവർക്കും കാണാതെ അറിയാം. നമ്മൾ പക്ഷെ പാടിയിട്ടില്ല അത്രയും. അപ്പം അവിടുത്തെ ഓർഗനൈസേഴ്സ് പറഞ്ഞു ആ പാട്ടും കൂടി പാടുമോ, ഓഡിയൻസിന് ഭയങ്കര ക്രേസ് ആണ്. പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ലിറിക്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ള എല്ലാം സിസ്റ്റത്തിലുണ്ട്. കമ്പ്യൂട്ടറിലാണ്, എല്ലാം ഐപാഡിലായതുകൊണ്ട്. അന്ന് ഐപാഡില്ല, അന്ന് ലാപ്ടോപ്പ് തന്നെ എടുത്ത് വയ്ക്കും. അപ്പം ലാപ്ടോപ്പ് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഉയിരിനുയിരൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഉയിരേ ഉയിരേ ബോംബെ, പിന്നെ വേറെ ഏതൊക്കെയോ ഉയരെയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. പിന്നെ പക്ഷെ ഇത് മാത്രം കിട്ടുന്നില്ല. തപ്പി നോക്കുന്നത്. എന്നിട്ട് അവിടെ ട്രാക്ക് തുടങ്ങി, മ്യൂസിക് തുടങ്ങി. അപ്പോൾ മ്യൂസിക് തുടങ്ങി നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മളവിടെ ഓഡിയൻസുമായിട്ട് എൻജോയ് ചെയ്യണം, നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യണം. അനൗൺസ് ചെയ്തു പോയി മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ പോലെ വെറുതെ വായനക്കുന്ന സംഭവം നമ്മൾ ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ലൈവായിട്ടാണ് പാടുന്നത്. പക്ഷെ പാടുകയാണെങ്കിൽ തെറ്റിയാലും ലൈവായിട്ടേ പാടുള്ളൂ. അപ്പം
അതായത് ഇപ്പൊ പറഞ്ഞ ലിപ്സിങ്ങിന്റെ പരിപാടി ഇല്ല ഇപ്പൊ ഇവിടെയും ഇപ്പൊ നാനാ പാടിയെന്ന് വെച്ചാൽ അവിടെ ആ സമയത്ത് മറന്നു പോകും നമ്മള്. പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും ഇല്ല. അപ്പോ അങ്ങനെ തുടങ്ങി. അപ്പോ കാത്തു കിടക്കിன்றേൻ വീരവഴികൾ എന്നൊക്കെ പാടി. പിന്നെ അത് കഴിഞ്ഞ് മനതും പോകിன்றേൻ ഫുൾ. പിന്നെ അത് കഴിഞ്ഞ് ചരണം. അപ്പൊ പല്ലവി കഴിഞ്ഞ് പക്ഷെ ഓഡിയൻസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ബീറ്റും എല്ലാം കൂടെ അവരിങ്ങനെ ഡാൻസ് ഇങ്ങനെ കേട്ടാ മതി. അങ്ങനെ എന്തോരം ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടല്ലേ. രസം എന്ന് വെച്ചാൽ അപ്പൊ കാർത്തിക് സൈഡിൽ ഇങ്ങനെ ഇരുന്ന കാർത്തിക് സഡനായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എൻട്രി ഉണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കാർത്തിക് ഇങ്ങനെ ദൈവമേ ഇത് ഏത് സിനിമയുടെ പാട്ട്. അല്ല തിരിച്ചു മച്ചാ എന്ന മച്ചാ ലിറിക്സ് പാടിന. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പോയപ്പോഴത്തേക്ക് സാധനം ഇല്ല, പാട്ട് തുടങ്ങി. എന്നിട്ട് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബോറാവുന്നുള്ളതുകൊണ്ട് പാടി തീർത്തു എങ്ങനെയാന്ന്. തീർച്ചയായിട്ടും അത് ഒരാളുടെ പെർഫോമൻസിൽ ഒരുപക്ഷെ ലിറിക്സ് തെറ്റിയാലും ആൾക്കാർ അതറിയില്ല, അത് കവറപ്പാവും. ഇനിയും പിന്നെ വിജയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അത് അല്പ പാട്ടാവാം, കുറച്ച് വിശേഷങ്ങളാവാം. അപ്പൊ അതിനൊക്കെ ഒരു ചെറിയ ബ്രേക്ക് വേണം. വേറെ ഒന്നുമല്ല, ഇവിടെയും ഇനി കലാപരിപാടികളുണ്ട്. അപ്പൊ അതെന്തായാലും വിജയ്ക്ക് കാണാൻ ഒരു സുവർണ അവസരം കൂടിയാണ്. നേരിട്ട് കുറച്ച് സമയം നമുക്ക് അവിടെ വിശ്രമിക്കാം. താങ്ക് യു. താങ്ക് യു. അതെ അണിഞ്ഞു പോരുത്, ശബ്ദിക്കരുത്, മിണ്ടിപ്പോരുത്. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം തന്നെയല്ല അങ്ങോട്ട് മാറി മാറി പറയുന്നത്. മിസ്റ്റർ, ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറയുന്നത് ഈ കൊള്ളക്കാര സ്ഥിരമാണ്. ഇത് ഇങ്ങോട്ട് ചോദ്യം ചെയ്യരുത്. മിസ്റ്റർ സുരാജ് ഹാൻസം അനങ്ങി പോരുത്. അനങ്ങിയാൽ അനങ്ങിയായിരിക്കും ഉന്നം തെറ്റൂരെ. അതെ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ കൊള്ളക്കാരാണ്, കൊള്ളക്കാർ. എന്താ വന്ന കാര്യം? എന്താ? ഞങ്ങൾക്ക് പരിപ്പോടെ കട്ടൻ ചായ വേണം. പരിപ്പോടെ കട്ടൻ ചായ പരിപ്പോടെ കട്ടൻ ചായ കുടിക്കാൻ വന്നത് ഇല്ല. ഞാനാണ് ആദ്യം വന്നത്. എടാ രാവിലെ 5 മണിക്ക് കുതിരപ്പുറത്ത് കയറിയതല്ലേ, വിശന്നിട്ട് പാടില്ലെന്ന്. അതിനും പെറ്റത് പൊറോട്ട ഇറച്ചിയാന്ന്. എടാ പൊറോട്ട ഇറച്ചി വിശപ്പിന് സാമാന്യം ദഹിക്കൂല. നീ ഇതല്ലേ പറഞ്ഞത്? ഈ വക പണിക്കിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സമയാസമയം ആഹാരം കിട്ടത്തില്ല. അതുകൊണ്ട് പൊറോട്ട ആകുമ്പോൾ ദഹിക്കാതെ അവിടെ കിടന്നോളൂ. പൊറോട്ട ഇറച്ചും പോരെ? അപ്പൊ പൊറോട്ട ഇറച്ചും പറയും. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിസ്റ്റർ സുരാജ്, നിങ്ങൾ ഞങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ബംഗേരളത്തിൽ അറിയപ്പെടുന്ന കൊള്ളക്കാരാണ്. ബംഗേരളോ? ഇവിടെ കേരളം എന്നാണ്. എന്താ ബംഗേരളം? അയ്യാ അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ കേരളത്തിൽ ബംഗാളികളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. ഒരു 2 വർഷത്തോടെ കഴിയിട്ട് കേരളം ബംഗേരളമാകും. അതുകൊണ്ടാണ് ഞാൻ ബംഗേരളം എന്ന് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. അത് ശരി. അതെ, നിങ്ങളെ കാണാനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ലുക്കും ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്. എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? വെറുതെ ഈ കൊള്ളപ്പണിയും ചെയ്ത് ജീവിക്കണം. ഇതൊക്കെ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? എന്റെ അളിയ, ഒന്നാമത്തെ കേസ് നമുക്ക് ഹിന്ദി അറിഞ്ഞൂടാ. രണ്ടാമത്തെ കേസ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തനി മലയാളിയുടെ ലുക്കാന്ന്. ഇതും വെച്ചോണ്ട് ആര് കേരളത്തിൽ ജോലി തരായി? ജോലി കിട്ടിയാൽ തന്നെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ എന്ന്. ജോലി ചെയ്താലേ എക്സ്പീരിയൻസ് ഉണ്ടാകത്തുള്ളൂ. അത് ശരിയാ. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ ഫ്ലോർ മൊത്തം വളഞ്ഞിരിക്കുകയാണ്. എങ്ങനെ? ഈ ഫ്ലോർ വളഞ്ഞിരിക്കുകയാണെന്ന്. അയ്യോ, അത് വളഞ്ഞിരിക്കുന്നതല്ല, ഇതുപോലെ വളച്ച് പണിയിപ്പിച്ചതാ. മേലാൽ ഇനി ഇവിടെ കോമഡി പറയരുത്. നിങ്ങൾ കോമഡി പറയും, ഞങ്ങൾ ചിരിക്കും. പദ്ധതിയും പ്ലാനും എല്ലാം പൊളിയുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വീട് കൊള്ളടിക്കാൻ വേണ്ടി കയറി ചെന്നപ്പോ ആ വീട്ടിൽ മായാവി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ കോമഡി കണ്ട് ചിരിയോട് ചിരി. കൂട്ടത്തിൽ നമ്മൾ ഇരുന്ന് അങ്ങോട്ട് ചിരിച്ചു കൊടുത്തു. എന്റെ പൊന്നെ കത്തിക്കല്ലേ രക്ഷപ്പെട്ടത്. എന്താ പരിപാടി? എന്താ? അതായത് ഞങ്ങൾക്ക് വേണ്ടത് പണം, ക്യാഷ്, മണി. ഇത് ഒരു കാര്യം തന്നെ നിങ്ങൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇടപെടാൻ പാടില്ല. അതായത് ഞങ്ങളുടെ ബോസ് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ ലോൺ എടുത്ത് തുടങ്ങി. അത് കൊള്ള സംഘം. പഞ്ചായത്തിൽ ലോൺ എടുത്ത് കൊള്ള സംഘം തുടങ്ങും. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഫ്ലോർ പിടിച്ചടക്കുക,
മലയാളത്തിലെ ഏറ്റവും വില കൂടിയ ഗായകനെ വിജയ് യേശുദാസിനെ വെച്ചുകൊണ്ട് ചാനലിനോട് വിലപേശുക. ദൈവമേ, ഈ ചാനലിൽ വില വഹിച്ചവനാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് വലിയ പെരുന്നാളായ ഈ ദിവസം വിജയ് യേശുദാസ് ഇവിടെ വരും, ഇത്ര ആൾക്കാർ ഇവിടെ കൂടുമെന്ന് ഞങ്ങൾക്കറിയാം. ഇവര് സന്തോഷം നുകരുമ്പോൾ ഈ ബോംബിന്റെ ഇടക്കറ ഞങ്ങൾ ബോംബ് പൊട്ടി ചുമ്മാരെ എല്ലാം കൊന്നു കളയും. അതെ, ഇത്രയും നേരം തന്റെ വോയിസിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പട്ടി വരയ്ക്കുന്ന മാതിരി. ഇതെന്താ വേറൊന്നല്ല, ഞങ്ങൾ കൊള്ളത്താലോട് ഫോണിൽ സംസാരിക്കുമ്പോ അങ്ങനെ മാത്രമേ സംസാരിക്കുള്ളൂ. റെക്കോർഡ് ഞങ്ങൾ പിടിക്കപ്പെടുകണമേ. വാട്സപ്പിൽ ഇടുന്ന സകല അമ്മ പിടിച്ചോണ്ടിരിക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിരിക്കട്ടെ, ബോസ് എന്തോ പറഞ്ഞു. വിജയ് യേശുദാസ് കസ്റ്റഡിയിലുണ്ട്. ഓക്കെ. അതെ, നിങ്ങൾ ഈ രണ്ടുപേര് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ? മിസ്റ്റർ പക്രു, ശക്തി കാണിച്ചു കൊടുക്കൂ. സൈന്യം എന്റെ ദൈവമേ, അപ്പൊ ഓൾറെഡി ഫുൾ വളഞ്ഞൊക്കെയാണല്ലേ? വിജയ് യേശുദാസ്, സുരാജ് ബെഞ്ചാർമോട്, അശ്വതി, 3 പേര് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഓക്കെ 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 ഓക്കെ. എന്താ ബോസ് പറഞ്ഞു? ബോസ് വരുന്നു, പെട്ടെന്ന് ബെൽറ്റ് ബോംബ് ഫിറ്റ് ചെയ്യാൻ. ഓ, ബെൽറ്റ് ബോംബ്. ഓക്കെ. കെട്ടിയാക്കട്ടെ. പുള്ളി കല്യാണം കഴിച്ചതാ. അന്നാ പിന്നെ ആരെ കെട്ടായിരുന്നു? ആ നൂലിട്ടെല്ലാം കഴിഞ്ഞതാ. പിന്നെ കാല കെട്ടേ. കാലിലെല്ലാം ഷൂ അടക്കുന്നുണ്ട്. എന്റെ അക്രവാളിയായത് മൊത്തം പൊളി എവിടെ കൊണ്ടിട്ട് കെട്ടുകളിയാ? കെട്ടു. ബോസ് വന്നാൽ നമ്മളെ തിന്നു കളയും. എന്റെ കാര്യത്തിലല്ല, വിജയ് യേശുദാസിന്റെ കരയിൽ കെട്ടു. എനിക്ക് വയ്യ ദൈവം. ഇത് കുഴപ്പമൊന്നും വരരുത്. കുഴപ്പമൊന്നുമില്ല, പൊട്ട് കഴിയും അത്ര. ഓക്കെ, ഇനിയിപ്പോ ബന്ധിയാക്കി അവിടെ കൊണ്ടിരിക്കാൻ. ഒരു കാര്യം, ബോസ് വരുമ്പോ ഇവര് ഇവിടെ ശരിയാകത്തില്ല, ബോസിന് കലിപ്പളാവും. ഓക്കെ, ഒരു കാര്യം ചെയ്യും, അവിടെ കൊണ്ടിരുത്തും. അതല്ലേ ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കാന്ന്. നിങ്ങൾ പറഞ്ഞ നമ്മള് നോക്കൂ, അതൊക്കെ ഞങ്ങൾ പറയണം. പോയി ഇവിടെ. ഓടാനോ പോലീസിനെ വിളിക്കാനോ ശ്രമിച്ചാൽ ഈ റിമോട്ട് കൺട്രോൾ ഞങ്ങളുടെ ബോസിന്റെ കൈവശമാണ്. അദ്ദേഹം അമർത്തി കഴിഞ്ഞാൽ നിങ്ങളടക്കം ഈ ഫ്ലോർ കത്തിച്ചാമ്പലാകും. നീ പോയില്ലേ? നീ ഇങ്ങോട്ട് പോയി. കൺവെട്ട് അവിടെ എവിടെ? കണ്ണു കാണുന്ന മട്ടത്തിൽ അവിടെ പോയി കേട്ടോ. ഈ കൊള്ള സംഘം വിട്ട് പുറത്തു പോകാനേ പാടില്ല. വിളിക്കുമ്പോൾ തത്ത വന്നോട് ചാടി ചാടി വന്നേക്കണം. തത്ത ചാടുവോ? പിന്നെ കണ്ടിട്ടില്ലേ? അതുകൊണ്ടില്ലേ നല്ല അനുസരണ കുട്ടികളെ പോലെ സുരാജ് വിജയിക്കുന്നത്. അതുപോലെ ഇരുന്നോളം അണിഞ്ഞ കൊന്നുകളയും. ആ സാധനത്തിനെ കൊല്ലാൻ വിടണോ? എനിക്ക് വളർത്താൻ തന്നൂടാ. ബോസ് അങ്ങനെ കേട്ടാ നിന്റെ തലമുണ്ടടിച്ച് വിളിക്കും. ആണോ? അപ്പൊ അങ്ങനെ ഫീൽഡ് ക്ലിയർ ആയി. ബോസിനെ വിളിക്കൂ. ഹലോ, യെസ് ബോസ്, കം ഓൺ. Paru paru huliai kara karu Bukatomi bukatomi tomi bami bukatomi bukatomi bukatoya Haspatomi haspatoya ഞാൻ വീണതല്ല, ഇവിടെ ഉള്ളവരെ എന്റെ പുള്ളിക്കാരനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഒന്ന് പുതിയ സ്റ്റൈൽ ഇറക്കിയതാ. മനസ്സിലായോ? വർഷത്തിലേക്ക് കയറി വരാനുള്ള ആസ്മയുടെ ചുമ ഇപ്പൊ കയറി വന്നേക്കണ്. കഫു. ഞാനാരാന്ന് മനസ്സിലായോ? ഞാനാണ് ഇവരുടെ ബോസ്. ഞാനാണ് ബോസ് എന്ന് അലറേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്തിനാണ് അലറുന്നത്? ഞാൻ ഇവിടെ നിന്ന് വർത്താനം പറയുമ്പോ ആ വിജയാശാസ് എഴുന്നേറ്റ് ആരാ നീ എന്ന് ചോദിച്ചാൽ ഞാൻ പകച്ചു പോകൂലടാ എന്റെ ബാല്യം. ബോസേ, തലവനാണേലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തലവേദനയാണെങ്കിൽ നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ വല്ല ഡോക്ടർമാരോട് പോയി പറയണം. ഈ മണ്ണം പോണ കാര്യം തലവേദന എന്നല്ല, തലവൻ. നിങ്ങൾ തലവനാണേലും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് വെളുപ്പിന് 5 മണിക്ക് കുതിരപ്പുറത്ത് കയറിയതാ. ഇവിടെ 11 മണിയായി. ഈ നേരായിട്ട് ഒരു പച്ച വിളമ്പിൽ കഴിച്ചിട്ടില്ല. ബോസ് എവിടെ പോയി കിടക്കായിരുന്നു? എന്റെ പൊന്നടാവേ, ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഞാൻ ഈ കാമ്പൗണ്ടിന്റെ ഉള്ളിൽ മുള്ളുവേലിയുടെ അടിക്കടി ഞാൻ ഇങ്ങനെ കടന്ന് നുഴഞ്ഞു കയറി വരുമല്ലായിരുന്നു. എന്റെ തലമുടിയാണെങ്കിൽ ഈ മുള്ളുവേലിയിൽ ഉടക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാം മദർഫിയുടെ കൂട്ട്. പിന്നെ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. 100 പ്രാവശ്യം വിളിച്ചാ നിന്നൊക്കെ. ഞങ്ങൾ മുന്നേ പോയെങ്കിൽ ഞങ്ങളെ വിളിക്കണം, അല്ലാതെ 100 കുത്തി വിളിച്ചിട്ട് കാര്യമില്ല. 100 വിളിച്ച പോലീസ് വന്നു ഞാൻ കുഴപ്പമാവൂലേ? എടാ 100 വിളിച്ച നിന്നെയൊക്കെ 100 പ്രാവശ്യം വിളിച്ചു.
അല്ല എന്നിട്ട് ഇപ്പൊ എങ്ങനെ രക്ഷപ്പെട്ടത്? ഞാൻ എന്നിട്ട് ഇങ്ങനെ മഹർഷിയുടെ കൂട്ട് നിൽക്കുവാണല്ലോ. ഒരു വല്യമ്മ പശുവിന് പുല്ല് മുറിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോ ഒരു മഹർഷി പഴക്കൊല കെട്ടി തൂങ്ങി കറങ്ങണാരി ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ അരിവാൾ വെച്ച് ഇങ്ങനെ അറത്തിട്ടിട്ട് ഒറ്റ ചവിട്ട്. അങ്ങനെയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ വിജയ് യേശുദാസിന്റെ ആരെയും ബോംബ് കെട്ടിയിട്ടുണ്ട്, അശ്വതിയെ അവിടെ ഇരുത്തിയിട്ടുണ്ട്, തൊട്ടടുത്ത് സുരാൻ ഇരുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നടക്കുന്ന കാര്യങ്ങൾ ഒരു ഈച്ച പോലും കേൾക്കാം. പൊട്ടാ, ഈച്ചയ്ക്ക് മലയാളം അറിയില്ലോ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞ എന്താടാ കുഴപ്പം? ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി? എടാ നീ തോക്ക് മാറ്റി പിടിക്കടാ. എന്റെ ബോസ് നമ്മുടെ തോക്കല്ലേ? ഇതിനകത്ത് ഉണ്ടയില്ലല്ലോ. ഇതിനകത്ത് ഉണ്ടയില്ല. ആ കുടലിനകത്തോടെ ഒരു പഴുതാരം നുണുങ്ങി പറഞ്ഞ് കയറി വന്നിട്ട് എന്റെ നേരെ പിരുകം പോക്കി കാണിക്കുന്നു. അതെന്റെ ഉള്ളിൽ പോയി പ്രഷർ കയറി ഞാൻ ചാവണത് ഈ നാട്ടുകാർ കാണലടാ. അത് പോട്ടെ ബോസ്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്റെ വീട്ടിലെ പൂച്ച പ്രസവിച്ചു. അതിന് നീ എനിക്ക് കൈ തന്ന നാട്ടുകാർ തെറ്റിദ്ധരിക്കില്ല. നീ എന്നാ പണിയായി പറഞ്ഞേ? അയ്യോ അതല്ല, ഞാനങ്ങ് പിടിക്കും. അതെ, എന്നാ എനിക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? 1.5 വയസ്സുള്ള എന്റെ മകൻ കഴിഞ്ഞ ആഴ്ച നടക്കാൻ തുടങ്ങി. എന്നാ നടന്നവൻ എറണാകുളം വരെ എത്തിയിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരാഴ്ച തൊട്ട് നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തായാലും എറണാകുളം എത്താനുള്ള ദൂരമായിട്ടുണ്ടാവും. എന്റെ പൊന്നെ, നമ്മുടെ ബോസ് ഇത്രക്ക് മണ്ടനായി പോയല്ലോ. മണ്ടനാന്ന് എന്നോട് പറയട്ടോ. നിനക്കൊക്കെ അറിയാമോടാ ഞാൻ മണ്ടനാന്നോ? 10-35 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഈ കുളസംഘം നടത്തുക. എന്നെ എന്താണ് പോലീസ് പിടിക്കാത്തത്? എന്താ കാര്യം? എന്റെ ബുദ്ധി ഉള്ളതുകൊണ്ട്. അങ്ങനെയാണ് ഈ ബുദ്ധിയുള്ള തല ഇവിടെ ഇരിക്കേണ്ടതല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. വെട്ടി വല്ല റെയിൽവേ ട്രാക്കെല്ലാം കൊണ്ടുപോകാം. കാലയില് വാരി നിലത്തേക്ക് ഒരു അലക്കലക്ക എനിക്ക് അറിയാൻ പാടാത്തോണ്ടല്ല കേട്ടോ. പിന്നെ എന്താ അലക്കാത്തത്? 25 കിലോ കൂടുതലുള്ളത് പൊക്കരെന്ന് ഡോക്ടർ പറഞ്ഞേക്ക് തന്നെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്ത് സാഹസം കാണിച്ചിട്ടാണ് ഇവരെയൊക്കെ ബന്ധുക്കളാക്കിയെന്ന് ബോസിന് അറിയാമോ? എന്നാ സാഹസടാ? ഞാൻ ഇതിലും വലിയ സാഹസം കാണിച്ചു ഇതിലും കൂടുതൽ ആൾക്കാരെ ബന്ധുക്കളല്ല ബന്ധുക്കളാക്കിയിട്ടുണ്ട്. അതെന്ത് സാഹസം? എന്റെ കല്യാണം. എന്നാ സാഹസാറെന്നറിയാമോ? അതെ, നിങ്ങൾ കഴിച്ചായിരുന്നു? അയ്യോ കണ്ടാക്രു, നമ്മുടെ ബോസിന് നമ്മളോട് സ്നേഹം കണ്ട നമ്മൾ വല്ലതും കഴിച്ചോന്ന്. അതാണ് ബോസിന്റെ സ്നേഹം. സ്നേഹം ഉണ്ടായിട്ടല്ല. റെഡിമെയ്ഡ് ചപ്പാത്തി 10-15 എണ്ണോട് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. തിന്നോന്ന് ചോദിച്ചതാ. തിന്നോ? ഒരെണ്ണം പോലും ഇല്ല. ഇല്ല. എന്റെ ദൈവം, എടാ 4 സബർജില് മേടിച്ചോണ്ടായിരുന്നു. അത് അവന്റെ കൊടുത്തായിരുന്നല്ലേ? കൊടുത്തായിരുന്നോ? വന്നേ അവൻ 4 സബർജില് നിന്റെ തന്നായിരുന്നോ? എന്നിട്ട് എന്ത് ചെയ്ത്? അവൻ നിന്റെ 4 സബർജില് തന്നായിരുന്നോ? എന്നിട്ട് എന്ത് ചെയ്യണത്? അവൻ വിശപ്പം കൊണ്ട് നാക്കും തിന്നോ? കളിയാക്കാൻ നിൽക്കുന്നോട്ടാ. ചേട്ടാ അവൻ നാക്ക് തിന്നില്ല കേട്ടോ. അതല്ല, നിങ്ങൾ ഈ പേര് കളിയാക്കുകയാണെങ്കിൽ ഞാൻ വല്ല ടെസ്റ്റ് എഴുതി വല്ല ജോലി കയറി രക്ഷപ്പെടും ഞാൻ. എടാ നീ ഇങ്ങ് വന്നേ, പിമ്പിരി മുടിയാ. നീ വന്നേ. നീ ആദ്യം ടെസ്റ്റ് എന്നൊന്ന് എഴുതാൻ പഠിക്കുക, എന്നിട്ട് നീ ടെസ്റ്റ് എഴുതാൻ ബോസ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തോന്ന് അറിയാം? എനിക്കറിയാൻ പാടില്ല. മഴക്കാറുണ്ടായിരുന്നു. ഇന്ന് ഏപ്രിൽ 25. എന്റെ അമ്മ മരിച്ചതിന് ചരമവർഷം. അതറിഞ്ഞില്ലേ? ഭയങ്കര കോമഡി. ആ കഥ കേട്ട് കഴിഞ്ഞാൽ 7 ദിവസം നിന്ന് ചിരിച്ചിട്ട് ഇവന്റെ അമ്മാവനോട് പേര് ചോദിച്ചോളൂ. ആണല്ലേ? ഇവന്റെ അമ്മാവനാണെങ്കിൽ പേര് കേട്ട ഒരു വെടിക്കെട്ടുകാരനായിരുന്നു. അമ്പലത്തിൽ മഴയൊക്കെ പെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് അമ്പലത്തിൽ വെടിക്കെട്ട് തുടങ്ങാൻ പോണേ എന്ന് പറഞ്ഞു. കഥനക്കുറ്റിക്ക് തീ കൊളുത്തേച്ചത് ഇങ്ങനെ മേളിലേക്ക് നോക്കി ഒരു നിപ്പ. ഇപ്പൊ പൊട്ടു എന്ന് ഓർത്തിട്ട് എവിടെ പൊട്ടിയില്ല. നോക്കിയപ്പോ സംഭവന ഈ കഥനാക്കുറ്റിയിലെ തീ അണഞ്ഞോണ്ടിരിക്കുക. കഥനാക്കുറ്റിയിലേക്ക് തലയിട്ടൊരു ഒറ്റ ഊതല്, ഒറ്റ മാത്രം കേട്ട് നോക്കിയപ്പോ എന്നാ സംഭവം? സഞ്ചായനം ഏപ്രിൽ 30-ാം തീയതി വീട്ടുവളപ്പിൽ നിന്ന് മുകളിൽ എഴുതി കാണിക്കാം. അയ്യോ അങ്ങനെ ചിരിക്കല്ലേ. എന്റെ അമ്മാവനെ മരിച്ചു, അതിനിപ്പോ ഇത്ര ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ അമ്മാവ് മരിച്ചോണ്ട് ഞങ്ങൾ ചിരിച്ചോളൂ. നീ ആ മരിച്ചെന്ന് പറഞ്ഞാണെങ്കിൽ ഏഞ്ചലോസിന്റെ ഗാനമേള നടത്തേനെ. സംഭവം ബോംബ് മസിൽ പിടിക്കാൻ എൻ്റെ അടുത്ത് കണ്ടാ? അതെ, ഒരു കാര്യം ചെയ്തേ, വീണ്ടും മസിൽ പിടിക്കാണോ? ഇതെന്താ ബോസ് കാണിക്കുന്നത്? 2 ബോംബ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? എടാ ഓർണല്ലേ പൊട്ടുള്ളൂ, അപ്പോഴും അടുത്തത് കയ്യിലുണ്ടല്ലോ. പിന്നെ എന്നെ മണ്ടടാ വേവൻ. ബോസ് പദ്ധതി മുഴുവൻ പാളി. അനിയത്തി. എന്റെ ദൈവമേ, അനീറ്റയുടെ കൊച്ചിന്റെ അരങ്ങാണം മേടിച്ച് പണയം വെച്ചിട്ട് അത് ചോദിക്കാൻ വരുമായിരിക്കും എനിക്ക്. അയ്യോ ബോസിന്റെ അനിയത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ കൊള്ളസംഘത്തിന് ലീവിന് പോയില്ല ഒരു അനീറ്റിയസ്. അവൻ തിരിച്ചെത്തിയെന്ന്. ആണോ? അവൻ വരും. നോക്കെടുക്കടാ, നമ്മുടെ സംഘത്തിലെ കുറച്ച് നുഴഞ്ഞു കയറുന്നു. താനാരാ? 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 താനാരോ തന താനാരോ തന്നാരോ താനാരോ തന്നാരോ താനാരോ തന്നാരോ. Stop it! Stop it! യാവാ തോഹു താഫു. വന്ന സ്ഥിതിക്ക് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനാണ് സതീശൻ, ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. കണ്ടു കഴിഞ്ഞാൽ ഏതോ 5-star ഹോട്ടലിൽ പോക്കോളിലായിട്ട് വർക്ക് ചെയ്യാനായിട്ടാ ഞങ്ങൾക്ക് തോന്നുന്നു. എല്ലാത്തിനും ഞാൻ കോടതി കൊണ്ടുപോയി കാണിക്കും. കോടതി കാണിക്കരുത്, അതിന് ബന്ധം വല്ല വീഗാലാനും കാണിക്കും. ഞങ്ങൾ കോടതി ഒരുപാട് കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ്. എടാ ഞാൻ ഇങ്ങോട്ട് വന്നേന്തെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായില്ല? കേൾക്കും വിറക്കരുത്. ഇല്ല. ബാങ്കിലെ ജപ്തി നോട്ടീസ് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കി തരാം. പണ്ടം കണ്ടോ ബാങ്കിൽ കത്തി കാണിച്ചിട്ട് മുട്ടായിക്കട നടത്താനെന്നും പറഞ്ഞ് നീക്ക ലോൺ എടുത്തായിരുന്നോ?
ദൈവമേ, പാനും കോട്ടോട്ട ജോത്സ്യനാണോ? കൃത്യമായിട്ട് എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? എടാ അത് ജോത്സ്യനായതുകൊണ്ടല്ല, വന്നിരുന്ന ബാങ്ക് മാനേജർക്ക് പകരം ഇന്ന് ഞാനാണ് ബാങ്ക് മാനേജറായിട്ട് അവിടെ ഇരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ കണക്കിൽ കവിഞ്ഞ് പൈസ എടുത്തേക്കുന്നു. ആ പൈസ കൊണ്ട് നീക്ക് എന്ത് ചെയ്തു? അതുകൊണ്ട് ഞാൻ കൊള്ളസങ്കേതം തുടങ്ങി. എന്തായാലും പൈസ മുടക്കി കൊള്ളസങ്കേതം തുടങ്ങി. നല്ല സങ്കേതം തുടങ്ങാൻ മേലായിരുന്നോ? എന്റെ പൊന്ന് സാറേ, എന്റെ ഈ മുഖത്ത് നോക്കിയിട്ട് വെള്ളക്കാരൻ എന്ന് പറയാൻ തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ കൊള്ളക്കാരൻ എന്ന പ്രസ്ഥാനം തുടങ്ങി. എന്നാലും ഇതിന്റെ കൂടെ എനിക്ക് ദേഷ്യമാണ്. ഇവനെ തിരക്ക് ഞാൻ ആദ്യം പോയി ഇവന്റെ വീട്ടിലേക്കാ. എന്റെ അമ്മ അങ്ങോട്ട് ചെന്ന് കയറിയതേ ഉള്ളൂ. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാത്തൊരു പട്ടി ഓടിച്ചിട്ട് ഒരു 3 കടി. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാത്ത പട്ടിയോ? എടാ, അത് പെമ്പട്ടി പറ്റി കിടക്കണത്തിലേക്കാ നീ കയറി ചെന്നത്. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ നടക്കുമല്ലായിരുന്നു. ഏതായാലും കടി കൊണ്ടു. പട്ടിയുടെ കടി കൊണ്ടതും നീ എവിടെ ഉണ്ടെന്ന് ഞാൻ ആ സ്പോട്ടിൽ അറിഞ്ഞു. പട്ടിയാണോ പറഞ്ഞേ? പട്ടിയല്ല പറഞ്ഞത്. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു നീ ഇങ്ങനെ തോക്കും പിടിച്ചോണ്ടിരിക്കുന്നു. ഉമാർ ഇങ്ങനെ 2 വർഷത്തേക്ക് തോക്കും പിടിക്കുന്നു. ഫേസ്ബുക്കിൽ കണ്ടോ? നീ ആണോ ബോസ്, അത് ഞാനാണ്. ഞാൻ വന്നോണ്ട് തന്നെ ഒരു സെൽഫി എടുത്തോണ്ട് ഫേസ്ബുക്കിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. എന്റെ വക ഒരു ലൈക്ക് ഇരിക്കട്ടെ നിനക്ക്. ബോസിന്റെ ഒറ്റയ്ക്ക് തന്നെ അവന്റെ കറക്കല് നിർത്തി പോയി നോക്ക്. കടക്കൽ തെറിച്ചല്ല, എന്റെ കാതിലെ കടക്കം തെറിച്ചു പോയതാ. ഇങ്ങോട്ട് കണക്കും കാര്യവും ചേർത്ത് ബാങ്കിൽ 1 പിടി കാശായിട്ടുണ്ട്. 1 പിടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇത്രയും പിടി വരും. ഇത്രയായാലും മര്യാദക്ക് കൊണ്ടടക്കണം. ഞാൻ ഇപ്പൊ തന്നെ അങ്ങനെ ഒരു കാര്യം, പലിശ ഞങ്ങൾ അടയ്ക്കാം. പലിശ നീ അടയ്ക്കും. മുതലാരടയ്ക്കും. മുതലടക്കിട്ട് ഞാനോ? എടാ പിള്ളേര് കളിക്കാണല്ലോ, ഇപ്പൊ തന്നെ ഒട്ടിച്ചിട്ട് ഒട്ടിക്കരുതെന്നാ പറഞ്ഞേ. എനിക്കിത് ഒട്ടിക്കണമെന്ന്. അതെന്താ ഒട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ഒട്ടിക്കും. ഒട്ടിക്കോ? ഞാൻ ഒട്ടിക്കും. ഞാൻ ഒട്ടിക്കുന്നു. നീ ഒട്ടിച്ചു കഴിഞ്ഞാൽ നിന്നെ കൈകേലെന്ന് പിടിച്ചാൽ അവന്റെ കൈകേലെന്ന് പിടിച്ചാൽ വിരല് പിടിച്ചാൽ ഞെളിച്ചോ. അത് കുഴിബോംബാണ്. ഒരു കുഴിബോംബാ. നീ ഈ സാധനം ഇവിടെ ഒട്ടിച്ചാൽ ഇത് നിന്റെ പോക്കറ്റിനകത്തിട്ട് ഞങ്ങൾ പൊട്ടിക്കും. നീ പൊട്ടിച്ചതറോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒട്ടിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കരിമൂർക്കരെയാണ് നോവിച്ചു വിട്ടതെന്ന് ഓർമ്മ വേണം. അതിനും നല്ലത് കരിങ്കുരങ്ങിനെ നോവിച്ചോട്ടെ എന്ന് പറയണല്ലേ സാറേ? അതെ ബോസ്, ഈ മരമണ്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഈ സംഗീതത്തിൽ ഒരു നൃത്തവും പാട്ടും വെച്ചെങ്കിൽ സന്തോഷിപ്പിച്ചാലോ? ഞാനൊക്കെ നൃത്തം അടിക്കാൻ മകളുടെ മോശമല്ലേ? അതല്ല, നമ്മുടെ സംഗീതത്തിൽ ആരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാമല്ലോ. നമ്മൾ കുറെ പേരെ ബന്ദികളാക്കിയിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യേ, അതിനകത്ത് ഏതെങ്കിലും ഒരുത്തിനെ കൂടി വിളിച്ച് കയറ്റിക്കേ. എന്നിട്ട് നല്ല ഒരു മാതക നൃത്തം കാണാം. അവന്റെ മുടി വെട്ടിക്കളയാണെ പകുതി സ്പീഡ് കിട്ടും. ആഹാ, നീ കൈക്ക് പിടിച്ചപ്പോ ബോസായ ഞാനും ഒന്ന് കൈക്ക് പിടിക്കട്ടെ. എനിക്കില്ല. ഇത് കൊള്ളസങ്കേതമാണ്. ഞാൻ കൊള്ളത്തലവൻ. ആടാനും പാടാനും ഒക്കെ അറിയാലോ. അറിയില്ലേ? ഒരു ചെറിയൊരു വെടി കൊടുത്തടാ. നമുക്ക് ആടാനും പാടാനും അറിയില്ല. കുഞ്ഞോറ കൊടുത്താൽ മതിയോ? ഇന്ന് പെരുന്നാളായിട്ടുണ്ട്, നമുക്കൊന്ന് ആടിപ്പാടി ഉല്ലസിക്കാം. മനസ്സിലായോ? ഓ, ചിരിച്ചു കഴിഞ്ഞാൽ വൃത്തികെട്ട ചുമ കയറി വരും. പാട്. ഒരു ഇരുപത്തി ഇനി ഡാൻസ് കളിക്കേണ്ടി വരും. ട്രാക്കാണ് തീർന്നും പോയി. നമ്മൾ പിടിക്കപ്പെട്ടു. പോലീസ് ആ റിമോട്ട് എടുത്തിട്ട് ബോംബ് വെച്ച് പൊട്ടിക്കലല്ലേ? റിമോട്ട് എന്റെ കയ്യിലാ. ഞാൻ വിജയുടെ കെട്ടിരുന്ന ആ ബോംബും ഇങ്ങെടുത്തു. ആണല്ലേ? എനിക്ക് തോന്നിയത് നിങ്ങളെ കണ്ടപ്പോൾ തോന്നുന്നു, നിങ്ങളുടെ ആ താടി ഈ മീശ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി കൊള്ളാവുന്നവനാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞ മാതിരി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50-50 ആയിട്ട് നമുക്ക് ജീവിക്കാം. 50-50. പൊട്ടിക്ക്. എനിക്കിട്ട് പൊട്ടിക്കാനല്ല പറഞ്ഞ, ബോംബ് പൊട്ടിക്കാൻ. ബോംബ് അങ്ങനെ പൊട്ടിക്കുന്നില്ല. എടാ, തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പുറകെ നടന്നത്. താൻ എന്താ പറഞ്ഞ, തന്നെ ഏത് കേസിലായാലും തന്നെ തെളിവ് കിട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് 2 CID-മാരെ ഞങ്ങൾ ഇവിടെ നിയോഗിച്ചത്. എടാ, നോക്കി നിൽക്കാതെ ഇവന്മാരെ ആ CID-നൊക്കെ വെടിവെച്ച് കൊല്ലടാ. എടാ, താൻ പറയുന്ന ആ CID-ആണ് തന്നെ
തന്റെ കൂടെയുള്ള ഈ രണ്ടുപേരും പറഞ്ഞുതരാം. ഞാൻ CID വിജയൻ. ഞാൻ CID മനസ്സിലായില്ല. ഉണ്ണി എടുത്തപ്പോഴാ മനസ്സിലായി. സാർ, ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടുപോയിക്കോട്ടെ. ഇദ്ദേഹത്തെ കൊണ്ടുപോയി തുറങ്കിലെടുത്തോ. നടക്കടാ കൂടെ. അല്ല ഞാനേ ഇങ്ങനെയുണ്ട്. കൊള്ളാം ആ ഇതാണ് കേരള പോലീസ് എന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല. മനസ്സിലായല്ലോ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേട്ടാ. അയാൾ ഓൾറെഡി വലിയൊരു മണ്ടനാ. ചേട്ടൻ അതിലും വലിയ മണ്ടനാണല്ലോ ചേട്ടാ. ഇതൊരു ഷോ ഒക്കെ അകത്ത് കയറിയിട്ട് ഞാൻ മണ്ടനൊന്നും വിളിച്ച് പറയരുത്. ഞാൻ മണ്ടനൊന്നും അല്ല. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, റിമോട്ട് എന്തിനാ ചേട്ടൻ അയാളുടെ കയ്യിൽ കൊടുത്തു വിട്ടെ? അത് അയാളുടെ സാധനമല്ല. പിന്നെ ഞാൻ എന്തിനാ എടുത്ത് വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് അയാളെ തന്നെ കൊടുത്തു വിട്ടു. ഞാൻ വേറൊരു സാധനം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അത് എടുക്കാനും പാടില്ല. എന്റെ പൊന്ന് ചേട്ടാ, പക്ഷെ ബോംബ് എപ്പോഴും ചേട്ടന്റെ കയ്യിലല്ലേ? ദൈവമേ, ബോംബ് എന്റെ കയ്യില. ഒരു നിമിഷം. കുളിരേകും കനവെണ്ണിൽ കതിരാടിയ കാലം, മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമരുവും മയിലിണകൾ തുയിലുണരും കാലം, എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം, അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ, എന്നുയിരിൽ വിടരും പനിമലരേ. വിജയ് യേശുദാസ് ഇതാ വീണ്ടും നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. പാട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനി ചോദിച്ചറിയാനുണ്ട്. വേറൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എത്ര മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? ലെജൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ രവീന്ദ്ര മാഷ്, ദക്ഷിണമൂർത്തി സ്വാമി, ജോൺസൺ മാഷ്, അപ്പോൾ അങ്ങനെ കുറേ അവരുമായിട്ടൊക്കെ അത്രയും കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ജോൺസൺ മാഷാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് സിനിമകളിലൊക്കെ. ഈ ഇടയ്ക്ക് 2-3 വർഷം ജോൺസൺ മാഷ് പോണതിന് മുമ്പ് വരെയുള്ള ചില നല്ല ഒരു 2 പാട്ട് പാടാനുള്ള ചിത്ര ചേച്ചിയായിട്ടുള്ള ഡ്യുവറ്റും ശ്വേതയായിട്ടുള്ള ഒരു ഡ്യുവറ്റും. അപ്പോൾ അങ്ങനെ നല്ല പാട്ടുകൾ പാടാൻ ജോൺസൺ മാഷിൻ്റെ അടുത്തും പറ്റിയിട്ടുണ്ട്. അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അടുത്ത് ഞങ്ങളുടെ തരങ്ങണിയുടെ തന്നെ ആൽബം നദി എന്ന് പറഞ്ഞൊരു ആൽബം മാഷ് മ്യൂസിക് ചെയ്ത്. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബമായിട്ട് തലമുറയായിട്ട് സംഗീതം ചെയ്ത്, അതും ഒരു 4 തലമുറ വരെ. അതായത് എൻ്റെ അപ്പച്ചൻ, അതായത് അപ്പയുടെ അച്ഛനും നാടകത്തിലും അതുപോലെ സിനിമയ്ക്കും സംഗീതം ചെയ്ത് പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പേനെ കുറേ പാടിപ്പിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എത്രയോ പാട്ടുകൾ. എന്നെയും എൻ്റെ ഫസ്റ്റ് ഞാൻ 7ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പാടുന്നത് ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്നുള്ള സിനിമയിൽ ഒരു ശ്ലോകമാണ്. അതാണ് ഞാൻ എൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞത്. ആ തുടക്കം ഒന്ന്. कराग्रे वसते लक्ष्मी करमौले सरस्वती करमौले भवेद् गौरी प्रभाते वरदक्षिणम्. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം സ്വാമി പോണതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ മോൾക്ക് 3.5 വയസ്സുള്ളപ്പം എൻ്റെ മോളെ കൊണ്ടും സേതു അയാൾ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു പടത്തിൽ, പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ അപ്പ പാടിയിട്ടുണ്ട്, ഞാനും പാടിയിട്ടുണ്ട് ഒരു പാട്ട്. അപ്പ എൻ്റെ മോളെ പഠിപ്പിക്കുന്നതായിട്ട് ഒരു പാട്ട് ഒരു ഇതുപോലെ ശ്ലോകം പോലെ റെക്കോർഡ് ചെയ്തിട്ടാണ് സ്വാമി നമ്മളെ വിട്ട് പിരിഞ്ഞത്. അപ്പോൾ എൻ്റെ മകൾ വരെ സ്വാമി പഠിപ്പിച്ചു എന്നുള്ളതാണ്. 4 തലമുറ. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. പിന്നെ രവീന്ദ്ര മാഷും അതുപോലെ തമിഴിൽ പിന്നെ ഇളയരാജ സാറ്, എത്രയോ കുറേ പാട്ടിൽ ഇളയരാജ സാറുമായിട്ട്, റഹ്മാൻ സാറുമായിട്ടും കുറേ പാട്ടിൽ വർക്ക് ചെയ്യാൻ ഉള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ശിവാജി എന്ന് പറഞ്ഞ പടത്തിൽ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആ പടത്തിലാണ് പുള്ളിയായിട്ട്. സഹാര പൂക്കൾ പൂത്തതോ സഹാന സാരൽ തൂവതോ ഈ പാട്ട്. പിന്നെ അതുപോലെ തന്നെ മണിരത്നം സാറിന്റെ കടൽ എന്ന ചിത്രത്തില് സിത്തിരേ നില ഒരേ നില പരന്തവാനോ പടച്ച കടവുള് எல்லாமே ஒத்தையில நிக்குதடே நீ கூட ஒத்தையில நிக்கிறடே எட்டு வை மக்கா எட்டு வச்சு ஆகாசம்
തൊട്ടുവൈ മക്കാ. ഇങ്ങനെ അതുപോലെ ഈ മ്യൂസിക് ഇല്ലാതെ ഇങ്ങനെ വോക്കൽ മാത്രം കേൾക്കുന്നത് വളരെ ഡിഫറെന്റ് സുഖമുള്ള ആയിട്ടുള്ളൊരു ഏർപ്പാടാണ്. ഫീലാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അത് എന്താണ്? അതും പാട്ടുകാർക്ക് ഞങ്ങൾക്കും ഇല്ല, ഞങ്ങൾക്കും അത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആർക്ക് വേണ്ടിയും നമ്മളൊരു ഓഡിയൻസ്, ഒരു ചെറിയ ഓഡിയൻസിന് വേണ്ടിയൊക്കെ പാടുമ്പോഴത്തേക്ക് ആ മ്യൂസിക് ഇല്ലാണ്ട് അല്ലെങ്കിൽ മേ ബി ജസ്റ്റ് ഒരു പറഞ്ഞല്ലോ കീബോർഡ് മാത്രമായിട്ട് പാടുമ്പോഴും അതിൻ്റെ ഒരു വേറെ സുഖം തന്നെയാണ്. ഇപ്പോൾ ഒരു മ്യൂസിക് ഇപ്പോൾ ഉയിരിന്നുയിരേ അത് ഈ ബീറ്റിലായിരിക്കും, നല്ല ആ വരികൾക്കൊത്തുള്ള മ്യൂസിക് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ആ ബീറ്റോ ഇതൊന്നും എടുത്തിട്ട് ആ സ്പീഡ് ആ വരി എടുത്തിട്ട് ഒരു ശാസ്ത്രീയ സംഗീത മോഡലിൽ പാടാൻ പറ്റുമോ? ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇവിടെ വെച്ച് ട്രൈ ചെയ്യാം അല്ലേ? ഒരു അടിപൊളി പാട്ടെടുത്തിട്ട് ശാസ്ത്രീയ സംഗീതം കലർത്തി പാടുക. ഒരു തമിഴ് ട്രാക്ക് വിജയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തമിഴ് ട്രാക്കിന്റെ ലിറിക്സ് എടുത്തിട്ട് ഒന്ന് ശാസ്ത്രീയവൽക്കരിക്കണം. എന്റെ മ്യൂസിക് ഡയറക്ഷൻ സ്കിൽസ് അറിയില്ലല്ലോ. അല്ല, മ്യൂസിക് ഡയറക്ഷൻ എന്തായാലും മാറ്റിക്കരുത്. എന്നാലും നമുക്ക് വേണ്ടിയിട്ട് അവരെല്ലാരും ആഗ്രഹിച്ചു. കോമഡി ഷോ ആയതുകൊണ്ട് എന്തും ചെയ്യാം. അപ്പൊ ഒറിജിനൽ ഇതാണ്. அப்படி போடு 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 அஸ்தி போடு கண்ணால இழுத்து போடு 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 அஸ்தி போடு கையால உன்னோட ஊருகணும் நகரம் கேடுகிறேன் என்னோட வனகது நகரங்கா கடிக இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா. ഓക്കെ, ഇതാണ് പാട്ട്. ഇതിനെ ശാസ്ത്രീയവൽക്കരിക്കാൻ പോവുകയാണ് വിജയ് യേശുദാസ്. ഇത്രയും വലിയ ഇൻട്രൊഡക്ഷൻ വേണ്ടായിരുന്നു. அப்படி போடு 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 இன்னும் கொஞ்சம் வேணுமா இன்னும் கொஞ்சம் வேணுமா இந்த நட போதுமா அப்படி போடு. ഒരു മ്യൂസിക് ഡയറക്ടർ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തായാലും അത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമ്മൾ മ്യൂസിക് ഡയറക്ഷനെ പറ്റിയൊക്കെ ഇപ്പോൾ സംസാരിച്ചതിൽ ശരിക്കും ഞാൻ വളരെ നല്ലൊരു ട്യൂണ് ഈ ഒരു സാഹചര്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അവതരിപ്പിക്കട്ടെ? തീർച്ചയായിട്ടും. എന്നാൽ ഹാർമോണിയം ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ? ഇനി പുതിയ പടങ്ങളുടെ വിശേഷം. തൊട്ടതെല്ലാം പിന്നാക്കി മാറ്റിയ വിജയ് യേശുദാസ് ഇപ്പോ ഇറങ്ങിയ അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വന്നിട്ടുള്ള പറഞ്ഞ പോലെ എത്രയോ നല്ല പാട്ടുകൾ, അതിനൊക്കെ നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും ഒന്ന് ആദ്യം തന്നെ ദൈവത്തിന് നമുക്ക് ആ പാട്ട് കിട്ടാനുള്ളതിന് അത് വിധിച്ചിട്ടുള്ളത് നമുക്ക് കിട്ടത്തുള്ളൂ. വിജയ്ക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഭാഗ്യവും അതുപോലെ തന്നെ വലിയൊരു ചാലഞ്ചും ആണ് അച്ഛൻ പാടിയ എവർഗ്രീൻ ഹിറ്റ് സോങ്സ് അതിന്റെ പുതിയ വേർഷൻ വന്നപ്പോ അത് പാടാനുള്ള അവസരം. സ്പീക്കറിലെ അല്ലിയാമ്പൽ കടവിലാണെങ്കിലും 30 വർഷം കഴിഞ്ഞ് അപ്പ പാടിയ പാട്ട് പിന്നെയും മകന് എനിക്ക് മകനായിട്ടും അതുപോലെ തന്നെ ഒരു പുതിയൊരു ജനറേഷനിലെ സിംഗറായിട്ടും ഗായകൻ എന്നുള്ള നിലയിലും ആ പാട്ട് പിന്നെയും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നു. അതും പിന്നെ അതുപോലെ ഒരു മധുരക്കിനാവ്. പലരും വേറെ ആരായാലും ഒന്ന് പേടിക്കും. തീർച്ചയായിട്ടും അല്ലിയാമ്പൽ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേജിൽ ചുമ്മാ പഴയ പാട്ടായിട്ട് പാടുമ്പോൾ തന്നെ റിസ്ക് ആണ്. എന്താണ് എന്തെങ്കിലും ധരിച്ചാൽ ആൾക്കാർ അതുകൊണ്ട് ആ പാട്ട് ഞങ്ങൾ ബിജിപാൽ അത് മിക്സ് ചെയ്തപ്പോഴും പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ ഒറിജിനാലിറ്റി ഒട്ടും കളയാണ്ടാണ്. അത് റീമിക്സ് അല്ലായിരുന്നു, അത് ജസ്റ്റ് റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൂമുഖവാതിൽക്കലും അതും ഇതുപോലെ ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി ഈ പാട്ട് സുരാജേട്ടൻ്റെ വൈഫിനും എൻ്റെ വൈഫിനും നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിനുള്ളുകൾ
പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. സത്യം പാട്ട് ഗംഭീരമായിരുന്നു. വൈഫിനെ ആലോചിക്കുമ്പോഴാണ് ആ പാട്ട് വേണ്ടായിരുന്നു. അത് സത്യമാണെന്ന് കയ്യിലും അടിച്ചു. ഇല്ല അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ ഇത് പറഞ്ഞ എന്താണ് പാര വെച്ച് ഇനിയിപ്പോ. പക്ഷെ ഈ പറഞ്ഞ വിചാരിക്കരുത് കേട്ടോ, വെറുതെ പറഞ്ഞതാ. ഞാനും അല്ല, ഭാര്യയെ പേടിയില്ലാത്ത 2 ഭർത്താക്കന്മാരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും. പൂമുഖ വാതിൽക്ക് പാടിയത് റീ റെക്കോർഡ് ചെയ്തതും MJ ചന്ദ്രൻ ചേട്ടനാണ്. അപ്പോൾ പുള്ളിയുടെ ഇൻഫാക്ട് ഞാൻ പറഞ്ഞല്ലോ കോലക്കുഴൽ തൊട്ട് എത്രയോ പാട്ടുകൾ പുള്ളിയുടെ പാട്ടുകളിൽ പാടിയാണ് മലയാളത്തിലേക്ക് പിന്നെയും എനിക്കൊരു നല്ല പേര് കിട്ടിയതും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഈയിടയ്ക്ക് ഇറങ്ങിയ എന്നും നിന്റെ മൊയ്തീനിൽ ശ്രേയാ ഘോഷലിനൊപ്പം വളരെ മനോഹരമായിട്ടുള്ള കണ്ണോണ്ട് ചൊല്ല. അത് രണ്ടുപേരും പാടാം. ഹിറ്റ് പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. കണ്ണോണ്ട് ചൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് പഞ്ചാരപ്പനന്തത്ത ദൂരെ. കണ്ണോണ്ട് ചൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് പഞ്ചാരപ്പനന്തത്ത ദൂരെ. ദൂരെ നിന്നോണ്ട് കൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് പഞ്ചാരപ്പനന്തത്ത ദൂരെ. പൂവരശിൻ ചില്ലയൊന്നിൽ കിളി രണ്ടും കൂടണഞ്ഞേഹോ. മാരിവില്ലിൻ തേരിറങ്ങി മഴവില്ലിൻ കൂടണഞ്ഞേ. മഴവില്ലിൻ കൂടണഞ്ഞേ. Luna's Comedy Super Night powered by Gopu Nandila G-Mart, co-presented by Kairali TMT Steel Bars. തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുളിരേകും കനവെണ്ണിൽ കതിരാടിയ കാലം, മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമരുവും മയിലിണകൾ തുയിലുണരും കാലം, എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം. അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. Welcome back to Luna's Comedy Super Night powered by Gopu Nandila G-Mart, co-presented by Kairali TMT Steel Bars. ഇനി നമ്മുടെ ചില കലാപരിപാടികളുണ്ടല്ലോ. കലാപരിപാടിക്ക് ശേഷം വിജയുടെ ഒരു കലാപരിപാടിയും കൂടെ ഉണ്ട്. ആണോ? കലാശക്കൊട്ട് എന്ന് പറയും. ഇപ്പോഴത്തെ ഹിറ്റ് ഒരു ഗാനമുണ്ട്, അറിയാലോ? ഏതാണ്? അല്ലാഹ് പറയുന്ന കേട്ടോ, മലരേ പടച്ചോനെ ഷെയ്ഖ് മുഹീദ്ദീൻ പാടാട്ടാ. പക്ഷെ നമ്മുടെ ചോദ്യോത്തര പങ്ക്തി ഉണ്ട് കേട്ടോ. ചോദ്യോത്തര പങ്ക്തി കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് സാധാരണഗതിയിൽ ഞാൻ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്ന് വിജയി ആയതുകൊണ്ട് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആണല്ലോ, ശരി. കറുപ്പിനെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. കറുപ്പിനഴക്, കറുത്ത പെണ്ണെ, അങ്ങനെ കറുപ്പിനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ഇതുപോലെ വെളുപ്പിനെ ഉള്ള പാട്ട് ഏതാണ്? വെളുപ്പിനുള്ള പാട്ട് അത് കൊള്ളാലോ. അത് പ്രത്യേകിച്ച് ഗായകർ ഇത് അറിഞ്ഞിരിക്കണം. കറുപ്പിന് ഒരുപാട് അതുണ്ട് ഇല്ലേ? വെളുപ്പിന് വെച്ചിട്ട് ഒരു പാട്ടൊന്ന് പാടിക്കുക. വെളുത്ത പെണ്ണെ. ഞാനിപ്പോ വെളുപ്പിനഴക്. വെളുപ്പിന് അങ്ങനെ വലിയ അഴകൊന്നുമില്ല. അപ്പൊ ഇത് എന്തെങ്കിലും വെളുപ്പായിരിക്കും. ഇത്ര സമയമുള്ളൂ. ടൈം ഔട്ട്. അപ്പൊ രണ്ടുപേരും തുല്ല് വിളിച്ചല്ലോ. വെളുപ്പിനെയുള്ള പാട്ടാണ് കൗസല്യ. ഇത് മാത്രമാണ് നമുക്ക് വെളുപ്പിനെയുള്ള ഒരു പാട്ട് അല്ലേ? അടുത്ത ചോദ്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട്. ഇത് ശരിക്കും ഞാൻ ഒരു കൈ അകലത്തിൽ നിൽക്കേണ്ട ഒരു ചോദ്യമാണ്. വിജയ് യേശുദാസും പുകവലിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? എനിക്കറിയാത്. ഈ ഇടയ്ക്ക് പോലും എന്റെ അച്ഛനും പോലും ഒരു വാട്സാപ്പ് മെസ്സേജ് എന്താണ് നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്ത് അയച്ചു കൊടുത്തു. പറഞ്ഞോ, എന്തായിരുന്നു? ഓരോശോടും ചോദിക്കാൻ തരും. വിജയ് യേശുദാസും പുകവലിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? പറഞ്ഞോ.
മറന്നുപോയോ? മറന്നുപോയി. അല്ല ഞാൻ പറയട്ടെ. അല്ല എനിക്ക് അയ്യോ പെട്ടെന്ന് പറയട്ടെ. പുക പാടില്ല, വിജയദാസ് പാടും. പുകവലി പാടില്ല, വിജയ് പാടും. പുകവലി പാടും. സോറി. ശരി, ഈ അടുത്ത ചോദ്യം. ഇത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതുവരെ അത് ആവശ്യമില്ലാത്ത. അമ്പലത്തിലും വീണയിലും പൊതുവായുള്ളത് എന്ത്? അമ്പലത്തിലും വീണയിലും പൊതുവായത് ഇത് പറയാതെ സിമ്പിളാ. സരസ്വതി. അങ്ങനെയല്ല, അത്രയും ആ ലെവലിലേക്ക് നമുക്ക് പോകണ്ട, കുറച്ചും കൂടെ താഴോട്ട് വരാം. ബുദ്ധി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് നിങ്ങളുടെ ലെവലിലേക്ക് വരാൻ. സുരാജേട്ടാ, നിങ്ങളെന്നാ കേട്ടോ പറഞ്ഞത്, നമ്മള് രണ്ടുപേരും ഉദ്ദേശിച്ചാണേ. നിങ്ങൾ സോറി, ഞങ്ങള് ഇനിയും കുറെ സ്റ്റേജിലൊക്കെ കാണാനുള്ള ഓഡിയൻസ് ഒക്കെ കൈവൊക്കെണ്ട്. ഞാന് കുറച്ചും കൂടെ അതിന്റെ ഇംഗ്ലീഷ് പറയാൻ നിൽക്കായിരുന്നു, പക്ഷെ ഇംഗ്ലീഷ് പറഞ്ഞ അല്ല. അടുത്ത ചോദ്യം. ശരി, ഒരേ ഒരു ലൈൻ മാത്രം പല്ലവി ഫുള്ളുള്ള ഒരു പാട്ട്. ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ്, ഒരു മലയാള സോങ് ആണ്, ദാസേട്ടൻ പാടിയ പാട്ടാണ്. ഒരേ ഒരു ലൈൻ മാത്രമാണ് അതിന്റെ പല്ലവി ഫുൾ. അതിന്റെ റെപ്പറ്റീഷൻ ആണ്. പല്ലവിയിലാണെങ്കിൽ രണ്ടേ വാക്കേ ഉള്ളൂ. രണ്ട് വാക്കോ? രണ്ടേ വാക്കുള്ള ഒരു ഒറ്റ ലൈൻ. അതിന്റെ റെപ്പറ്റീഷൻ ആണ് അതിന്റെ പല്ലവി മുഴുവൻ. ഭയങ്കര സൂപ്പർ ഹിറ്റ് പാട്ടാണ്, ദാസേട്ടൻ പാടിയ പാട്ടാണ്. ഓർത്തില്ല, അങ്ങനെ ഓർത്തില്ല. ഏതാ? സുഗമോ ദേവി. രണ്ടുപേരും പാടിയോ? സുഗമോ രണ്ടുപേരും എന്ന് പറയാൻ ആകെ ഈ ഒരൊറ്റ വരിയേ ഉള്ളൂ. രണ്ട് വരിയേ ഉള്ളൂ. അതൊന്ന് പാടുമ്പോ മനസ്സിലാവും വിജയ്ക്ക്. സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ. അതെ, നമ്മുടെ ഓഡിയൻസ് കൊച്ചനിയൻ പറഞ്ഞതിന് നന്ദി. കഴിഞ്ഞു. ഇത് ഞാൻ ഒന്നും യൂസ് ചെയ്തില്ല, ബുദ്ധിയെ യൂസ് ചെയ്തില്ല. യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പെട്ടെന്നൊരു ഡബ് സ്മാഷ് ചെയ്യണമെങ്കിൽ ഏത് ചെയ്യും? You are the link. No. You are the link of the link. The two family attached to the bathroom. Your family's food and accommodation. What do you mean? കറക്റ്റ്. അങ്ങനെ രണ്ട് ഡബ് സ്മാഷും പുള്ളി ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കിൽ ഡബ് സ്മാഷ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ഞാനും ഞാൻ എന്റെ ഫോണിൽ കുറെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാരെയും കാണിച്ച അവസാനം വിജയ്ക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ച് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഒരിക്കലും ഇല്ല. വിജയ് അത്രയും ആരാധനയോടെ നോക്കിക്കാണുന്നു. ആരാധകരുള്ള നാടാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നുള്ളൂ. ഇതൊക്കെയാണ് അവർക്ക് ഒരു രസകരമായിട്ട്. ഞാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഒന്നാമത് സുരാജേട്ടൻ്റെ ഒരു വലിയൊരു ഫാനാണ് ഞാൻ. ഓ, താങ്ക് യു. സോ ഇങ്ങനത്തെ ഒരു ഒന്നാമത് ഫാൻ എന്നുള്ളത് തന്നെ കാട്ടിലും എനിക്ക് ഞാൻ പറഞ്ഞില്ല, സിനിമയുടെ ഞാൻ ഒരു ഭയങ്കര ലവറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും, കോമഡി എസ്പെഷ്യലി, അപ്പയും പോലും ശരിക്കും പറഞ്ഞാൽ ജഗദീഷ് സാറിൻ്റെയും നിങ്ങളുടെയൊക്കെ തമാശ ഇരുന്ന് സിനിമയിലിരുന്ന് ടി വിയൊക്കെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. പക്ഷേ അപ്പയും കാണുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഫ്ലവേഴ്സ് ചാനലിന് പ്രത്യേകിച്ച് എൻ്റെ നന്ദിയും അറിയിക്കുന്നു. ആൻഡ് പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് ഈ ഒരു മനോഹരമായ ഒരു സെറ്റ് ഉണ്ടാക്കിയ ആർട്ട് ഡയറക്ടേഴ്സ് ആൻഡ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ്. ഇനി ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ആ പാട്ടേതാ? മലരെ നോക്കൂ. എനിക്ക് വയ്യ. അപ്പൊ മലരെ തന്നെ ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയും വളരെ രസകരമായ കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായി. ഇവർ സ്കിറ്റ് ചെയ്തതിലും കുറേ നല്ല ചിരിക്കാൻ പറ്റി. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയ ഹിറ്റാക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മലരെ. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തണുനീറൻ കാറ്റും പുളകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം
മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ മലരേ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെന്നരികത്തിന്നണയാതിരുന്ന അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാളിൽ തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ അഴകേ കുളിരേകും കനവിൽ നീ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ ഓ ഒരുപാട് സന്തോഷമായി അല്ലേ? ഈ ബക്രീദ് അടിച്ചു പൊളിച്ചു പാട്ടോട് കൂടി അല്ലേ? Luna's Comedy Super Night powered by Gopu Nandila G-Mart, co-presented by Kairali TMT Steel Bars. തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Kairali TMT Steel Bars. ഇത് കലക്കിട്ട ബ്രോ. It's a
சாருக்கு இங்கே என்ன வேலை? ரவுடித்தனம் இருக்கிற இடத்துல தானே போலீஸ்க்கு வேலை. കൈരളി TMT Steel Bars. ഇത് കലക്കിട്ട ബ്രോ. Welcome back to Luna's Comedy Super Night powered by Gopu Nandala Gmart, co-presented by Kairali TMT Steel Bars. ഈ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ദാസേട്ടന്റെ പാട്ടുകൾ കേൾക്കാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പാട്ടുകളെല്ലാം ഒരുപാട് തവണ കേൾക്കാനുള്ള ഭാഗ്യം താങ്കൾക്ക് ലഭിച്ചു അല്ലേ? തീർച്ചയായിട്ടും. നേരിട്ട് ഈ പറഞ്ഞ പോലെ ആ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യമാണ്. ഈ പാട്ടുകൾ എപ്പോഴെപ്പോഴും പാടാറൊന്നുമില്ല, എന്നാലും ആ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യമുണ്ട് എല്ലാ ദിവസവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെ ഒരുപാട് പേര് പറയും എനിക്ക് ഒരുപാട്, അല്ലെങ്കിൽ ആൾക്കാർ പറയും താങ്കൾക്ക് ഒരുപാട് പാട്ടുകൾ കിട്ടട്ടെ പാടാൻ സിനിമയിൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു നമുക്ക് ഹിറ്റായ പാട്ടുകൾ പാടാൻ, ഹിറ്റാകുന്ന പാട്ടുകൾ പാടാനുള്ള അവസരം ദൈവം താങ്കൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എത്തിയതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും അപ്പൻ്റെ പാട്ടുകൾ കൂടുതലും അടുത്തിരുന്ന് നേരിട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ ആ ശബ്ദം നേരിട്ട് കേൾക്കാൻ ഭാഗ്യം ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ ഇന്നത്തെ വൈൻഡപ്പും താങ്കൾ തന്നെ ഒന്ന് പറഞ്ഞേക്കും. അങ്ങനെ വളരെ മനോഹരമായ ഒരു എപ്പിസോഡിന് നിങ്ങളുടെ ഒപ്പം ഇവിടെ കൂടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ബക്രീദ് ആശംസകൾ. ഇതേ വേദിയിൽ ഇവരെ രണ്ടുപേരെയും വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു. ബൈ.